ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയാണ്, ക്യാരറ്റ് ചിക്കൻ. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 10 അല്ലി വെളുത്തുള്ളിയും ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കണം. ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് 2 സവാള കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10-15 സെക്കൻഡ് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. കറി റെഡിയാക്കാനുള്ള പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ക്യാരറ്റിൻ്റെയും അതുപോലെ സവാളയുടെയൊക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നാം ഇങ്ങനെ ഇട്ടാൽ ഒരു പച്ച ചൊവ വരില്ലേന്ന്. ഉറപ്പായിട്ടും വരില്ല കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് എങ്കിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇതിലുള്ള ആ ഒരു എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരിക. അടച്ചു വെച്ചതിന് ശേഷം 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം കണ്ടോ, ആ കളറൊക്കെ മാറി അതിൽ ആ വെള്ളം എല്ലാം വറ്റി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട്. ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ എരിവില്ല, അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. ഇത്രയും മസാലകളാണ് ചേർക്കുന്നത്. ഇതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഇട്ട പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് വേറൊരു ഫ്ലേവറും ഒരു മണമൊക്കെയാണ് നമുക്ക് കിട്ടിത്തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കിടന്ന് ഈ ചിക്കൻ വേവുന്ന സമയത്ത് ഈ ഒരു മസാല എല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്വാദാണ് ഉണ്ടാവുക. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റും, ഒരുപാട് സ്പൈസി അല്ലാത്ത കറിയാണ്. നമ്മൾ വേറെ മസാലകളോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി അല്ല. പിന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടില്ല. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക. അത്യാവശ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ വേവ് എങ്ങനെയാണ്, ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. വെള്ളം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല, വറ്റിയിട്ടുണ്ട് നല്ലപോലെ. ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ചുകൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും ഈ കറിക്ക് എന്തായാലും ചേർത്ത് കൊടുക്കുക. അവസാനം അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു റോസ്റ്റ് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ എളുപ്പമാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ ഈ ഒരു കറി
നെയ്ച്ചോറിൻ്റെ കൂടെ അസാധ്യ കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നെയ്ച്ചോറാണ് കോമ്പിനേഷനെങ്കിൽ ഈ കറി അസ്സലാണ്. അതുപോലെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.